നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മഹാഭാരതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രാജ്യം പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചൂടിലാണ്. അതിന്റെ ആവേശം ഒട്ടും ചോരാതെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ, തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ, ഒപ്പം ദേശീയ തലത്തിൽ തന്നെ കേന്ദ്രമന്ത്രിമാരുൾപ്പെടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രത്യേക അഭിമുഖങ്ങൾ എന്നിവയെല്ലാം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ജനൻ TV. ഇന്ന് മഹാഭാരതം പരിശോധിക്കുമ്പോൾ ദേശീയ തലത്തിൽ ഏറ്റവും പ്രധാനമായി ഇന്ന് തെരഞ്ഞെടുപ്പ് വാർത്തകളിൽ നമുക്ക് ഉൾപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായി ഇന്ന് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഉള്ള വാർത്ത ദേശീയ തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മീററ്റിലെ പൊതുറാലി തന്നെയാണ്. ഉത്തർപ്രദേശിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള രാജ്യത്തെ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 80 ലോക്സഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനത്ത് കഴിഞ്ഞ തവണ 64 സീറ്റുകൾ BJP പിടിച്ചിരുന്നുവെങ്കിൽ ഇത്തവണ 80-80 ഉത്തർപ്രദേശിൽ റായ്ബറേലി ഉൾപ്പെടെ 80-80 പിടിച്ചെടുക്കുമെന്ന പ്രഖ്യാപനത്തോടു കൂടിയാണ് UPയിൽ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള പ്രചാരണ പ്രവർത്തനം മുൻപോട്ട് പോകുന്നത്. ആ തെരഞ്ഞെടുപ്പ് പ്രചാരണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു. അതിന്റെ ഒരു തുടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മീററ്റിൽ നടത്തിയിരിക്കുകയാണ്. അദ്ദേഹം വ്യക്തമാക്കിയത് തന്നെ ഈ തെരഞ്ഞെടുപ്പ് അഴിമതിക്കാരെ സംരക്ഷിക്കുന്നവരും അഴിമതിക്കാരെ എതിർക്കുന്നവരും തമ്മിലുള്ള യുദ്ധമാണ് എന്ന പ്രഖ്യാപനമാണ് ഇന്ന് മീററ്റിൽ നടത്തിയിട്ടുള്ളത്. അഴിമതിക്കാരെ തുടച്ചു നീക്കിക്കൊണ്ട് അഴിമതിക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തും എന്ന് പ്രധാനമന്ത്രി ഇന്ന് മീററ്റിന്റെ മണ്ണിൽ നിന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഇങ്ങ് ഡൽഹിയിൽ രാജ്യതലസ്ഥാനത്ത് രാംലീല മൈതാനിയിൽ പ്രതിപക്ഷ മുന്നണിയുടെ യോഗവും റാലിയും, അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ തുടർന്ന് അതിൽ പ്രതിഷേധിച്ചുള്ള റാലിയും നമ്മൾ കണ്ടു. ഈ രണ്ട് സംഭവങ്ങളാണ് ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനമായുള്ളത്. ഒപ്പം കേരളത്തിൽ രണ്ടാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിൽ വിവിധ മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, സ്ഥാനാർത്ഥികളുടെ വിശേഷങ്ങൾ ഇവയും ഇന്ന് മഹാഭാരതത്തിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ആദ്യം കോഴിക്കോട് മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം സംബന്ധിച്ച് തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ടാണ്. ശക്തമായിട്ടുള്ള ത്രികോണ മത്സരമാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ നടക്കുന്നത്. 3 മുന്നണികൾ പരിശോധിക്കുമ്പോഴും NDAയുടെയും ഒപ്പം UDFന്റെയും LDFന്റെയും 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ജനപ്രിയരായ നേതാക്കളാണ്. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചിത്രം കഴിഞ്ഞ തവണകളിൽ നിന്ന് വ്യത്യസ്തമായി എന്തായിരിക്കും എന്നുള്ളത് പ്രവചനാതീതമാണ്. കോഴിക്കോട് ബ്യൂറോയെ തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ട് കണ്ട ശേഷം തിരിച്ചെത്താം. കഴിഞ്ഞ 3 തവണയായി കോൺഗ്രസിന്റെ കൂടെയാണ് മണ്ഡലം. ഇത്തവണയും MK രാഘവൻ തന്നെയാണ് UDFന്റെ സ്ഥാനാർത്ഥി. മുസ്ലിം ലീഗിന് ശക്തമായ സാന്നിധ്യമുള്ള പ്രദേശമായതിനാൽ ഇത്തവണയും മണ്ഡലം നിലനിർത്താം എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കോൺഗ്രസ്. എന്നാൽ പാർലമെന്റ് മണ്ഡലത്തിലെ 7 നിയോജക മണ്ഡലങ്ങളിൽ 6ഉം LDFന്റെ കൂടെയാണ്. ഇത്തവണ ലോക്സഭാ മണ്ഡലം തിരിച്ചുപിടിക്കാൻ LDF രംഗത്തിറക്കിയിരിക്കുന്നത് ട്രേഡ് യൂണിയൻ നേതാവ് എളമരം കരീമിനെയാണ്. CAAയും വന്യജീവി പ്രശ്നങ്ങളും പെൻഷൻ മുടങ്ങിയതുമെല്ലാം തന്നെയാണ് എല്ലാ മുന്നണികളുടെയും പ്രചാരണ വിഷയങ്ങൾ. BJPക്ക് ശക്തമായ വേരോട്ടമുള്ള മണ്ഡലം കൂടിയാണ് കോഴിക്കോട്. BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശാണ് NDA സ്ഥാനാർത്ഥി. കേന്ദ്ര സർക്കാർ ജില്ലയിൽ നടപ്പിലാക്കിയ പദ്ധതികളാണ് BJPയുടെ പ്രചരണ ആയുധം. മോദി ഗ്യാരണ്ടി വോട്ടായി മാറിയാൽ വിജയം അകലെയല്ലെന്ന ഉറപ്പിലാണ് BJP ക്യാമ്പ്. ജനം, കോഴിക്കോട്. ലോക്സഭാ മണ്ഡലം, കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം സംബന്ധിച്ചുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ NDAയുടെ ഭാഗത്തുനിന്ന് MT രമേശും ഒപ്പം LDFന്റെ ഭാഗത്തുനിന്ന് തൊഴിലാളി നേതാവായിട്ടുള്ള എളമരം കരീമും ഒപ്പം സിറ്റിംഗ് MP മത്സരിക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് കോഴിക്കോട്. ഇനി കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം പരിശോധിക്കുകയാണെങ്കിൽ മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായിരിക്കുമ്പോൾ തന്നെ തുടങ്ങിയതാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം. നേരത്തെ കോൺഗ്രസും മുസ്ലിം ലീഗും CPMും ഒക്കെ ജയിച്ചുപോയ മണ്ഡലത്തിൽ വോട്ടിന്റെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് BJPയും മുൻപ് കരുത്തു കാട്ടിയിട്ടുണ്ട്. അത്തരത്തിലുള്ള കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം നമുക്ക് പരിശോധിക്കാം. 17 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ കഥ പറയാനുണ്ട് സാമൂതിരിയുടെ മണ്ണിനെ. കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി മുതൽ മുസ്ലിം ലീഗും ജനതാദളും വരെ ഇവിടെ വിജയക്കൊടി പാറിച്ചിട്ടുണ്ട്. എങ്കിലും കോഴിക്കോടിനേറെ പ്രിയം കോൺഗ്രസിനോടായിരുന്നു. ിൽ അതിർത്തി പുനർനിർണയം നടക്കുന്നതുവരെ കോഴിക്കോട്, വയനാട് ജില്ലകളിലെ 7 നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതായിരുന്നു കോഴിക്കോട് ലോക്സഭാ മണ്ഡലം. 2009 UDFന് സ്വാധീനമുള്ള വയനാട്ടിലെ മണ്ഡലങ്ങൾ ഒഴിവാക്കി LDFന് സ്വാധീനമുള്ള കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ, കുന്നമംഗലം നിയമസഭാ മണ്ഡലങ്ങൾ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാക്കി. ഇപ്പോൾ
കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി, എലത്തൂർ, കോഴിക്കോട് സൗത്ത്, കോഴിക്കോട് നോർത്ത്, ബേപ്പൂർ, കുന്നമംഗലം, കൊടുവള്ളി മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കോഴിക്കോട് ലോകസഭാ മണ്ഡലം. 1952 ആദ്യ തിരഞ്ഞെടുപ്പിൽ മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു കോഴിക്കോട്. അന്ന് കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയുടെ അച്യുതൻ ദാമോദര മേനോനാണ് വിജയിച്ചത്. കോഴിക്കോടിന്റെ തെരഞ്ഞെടുപ്പ് പോരാട്ടം അവിടെ തുടങ്ങുന്നു. 1957 കുട്ടിക്കൃഷ്ണൻ നായർ സീതി സാഹിബിനെ പരാജയപ്പെടുത്തിയതോടെ മണ്ഡലത്തിൽ കോൺഗ്രസ് ആദ്യ വിജയം നുണഞ്ഞു. 62 ലീഗിനൊപ്പമായിരുന്നു മണ്ഡലം. ആ തെരഞ്ഞെടുപ്പിലാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ ചരിത്രത്തിലെ ഏറ്റവും ചെറിയ ഭൂരിപക്ഷം കുറിച്ചത്. മുസ്ലിം ലീഗിന്റെ കുടിപാറിയ തിരഞ്ഞെടുപ്പിൽ ലീഗ് സ്ഥാനാർത്ഥി CH മുഹമ്മദ് കോയ CPIയുടെ മഞ്ജുനാഥ റാവുവിനെ തോൽപ്പിച്ചു. മുന്നണി ബന്ധത്തിൽ മാറ്റം വന്ന 67ലും 71ലും ലീഗിലെ ഇബ്രാഹിം സുലൈമാൻ സീറ്റിനൊപ്പമായിരുന്നു കോഴിക്കോട്. 1977 കോൺഗ്രസിലെ ഡോക്ടർ VA സെയ്ദ് മുഹമ്മദ് ജനതാ പാർട്ടി സ്ഥാനാർത്ഥി M കമലത്തെ പരാജയപ്പെടുത്തിയതോടെ മണ്ഡലത്തിന്റെ കോൺഗ്രസ് ചായ്വിന് തുടക്കമായി. പിന്നീട് നടന്ന 12 തിരഞ്ഞെടുപ്പുകളിൽ 9ലും കോൺഗ്രസിനായിരുന്നു വിജയം. 1980 EK ഇമ്പിച്ചി ബാവയിലൂടെ CPMഉം 96 ജനതാദളിന്റെ ഭാഗമായും 2004 ജനതാദൾ എസിന്റെ ഭാഗമായും MP വീരേന്ദ്രകുമാറും ഇവിടെ വിജയിച്ചിരുന്നു. 1984 ഡോക്ടർ KG അടിയോടിയും 89 K മുരളീധരനും കോഴിക്കോട് വിജയിച്ചു. പിന്നീട് വന്ന 5 തെരഞ്ഞെടുപ്പുകളിൽ CPM കോഴിക്കോട് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചില്ല. 91 വീണ്ടും K മുരളീധരൻ, 96 വീരേന്ദ്രകുമാർ, 98 അന്നത്തെ DCC പ്രസിഡന്റായിരുന്ന അഡ്വക്കേറ്റ് P ശങ്കരനും വിജയം നുണഞ്ഞു. 1999 മുൻ കേന്ദ്ര വ്യോമയാന മന്ത്രി CM ഇബ്രാഹിമിനെ രംഗത്തിറക്കിയ ജനതാദളിനും ഇടതുമുന്നണിക്കും കണക്കുകൂട്ടൽ പിഴച്ചു. K മുരളീധരനിലൂടെ UDF മണ്ഡലം നിലനിർത്തി. സംസ്ഥാനമാകെ UDFന് അടിതെറ്റിയ 2004 ജനതാദൾ സെക്യുലർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച MP വീരേന്ദ്രകുമാറിനെ കോഴിക്കോട് കടാക്ഷിച്ചു. 2009 മുതൽ കോൺഗ്രസിനൊപ്പമാണ് മണ്ഡലം. വിജയിച്ചു വരുന്നത് MK രാഘവനും. 2009 ഇന്നത്തെ മന്ത്രി PA മുഹമ്മദ് റിയാസിനെ പരാജയപ്പെടുത്തിയാണ് കണ്ണൂരുകാരനായ MK രാഘവൻ മണ്ഡലത്തിൽ വരവറിയിച്ചത്. കണക്കുകൾ കോൺഗ്രസിനൊപ്പമാണെങ്കിലും ഇത്തവണ മണ്ഡലം ആരെ തുണയ്ക്കുമെന്നറിയാൻ കാത്തിരുന്നു തന്നെ കാണണം. MK രാഘവനെ തോൽപ്പിക്കാൻ രാജ്യസഭാ MPയും മുൻ മന്ത്രിയുമായ ഇളമരം കരീമിനെയാണ് ഇടതുപക്ഷം രംഗത്തിറക്കിയിട്ടുള്ളത്. ശക്തമായ സാന്നിധ്യവുമായി MT രമേശും രംഗത്തുണ്ട്. മലബാറിൽ BJPക്ക് ഏറ്റവും കൂടുതൽ സംഘടനാ സംവിധാനമുള്ള മണ്ഡലമാണ് കോഴിക്കോട്. അതുകൊണ്ട് ഇത്തവണ കോഴിക്കോട് പൊടി പാറുമെന്നുറപ്പ്. ക്യാമറാമാൻ അനൂപിനൊപ്പം ഗോകുൽ K വേണുഗോപാൽ, ജനം, കോഴിക്കോട്. 1952 മുതലുള്ള കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം, ആർക്കെല്ലാം ലോക്സഭാ മണ്ഡലം കോഴിക്കോട് മണ്ഡലത്തിൽ വിജയക്കൊടി പാറിക്കാൻ സാധിച്ചിട്ടുണ്ട്, ആർക്കൊക്കെ കാലിടറിയിട്ടുണ്ട് എന്നത് സംബന്ധിച്ച വിശദമായ തെരഞ്ഞെടുപ്പ് ചരിത്രം, ഒപ്പം നിലവിലെ രാഷ്ട്രീയ സാഹചര്യം സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ആദ്യഘട്ടം പിന്നിടുമ്പോൾ കോഴിക്കോട് ലോക്സഭാ മണ്ഡലം തീർത്തും ഒരു വലിയ രാഷ്ട്രീയ വാദപ്രതിവാദങ്ങളിലേക്ക് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള പ്രചാരണം മത്സരം കൂടുതൽ കടക്കുകയാണ്. NDA സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ MT രമേശാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ NDAക്ക് വേണ്ടി കളത്തിലിറങ്ങിയിട്ടുള്ളതൊപ്പം UDF മണ്ഡലം നിലനിർത്തുന്നതിനായി സിറ്റിംഗ് MP ആയിട്ടുള്ള MK രാഘവനെയും ഒപ്പം LDF തൊഴിലാളി നേതാവായിട്ടുള്ള ഇളമരം കരീമിനെയും രംഗത്തിറക്കിയിട്ടുണ്ട്. അതായത് 2 MPമാർ തമ്മിൽ കൂടി ഏറ്റുമുട്ടുന്ന ലോക്സഭാ മണ്ഡലമാണ്. ഒന്ന് സിറ്റിംഗ് MP MK രാഘവനും ഒപ്പം രാജ്യസഭാ അംഗമായിട്ടുള്ള ഇളമരം കരീമും ഒപ്പം BJPയുടെ ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥി MT രമേശ്. ഒപ്പം ലോക്സഭാ മണ്ഡലത്തിലെ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ പ്രചാരണത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്, അതിന് എത്രത്തോളം പ്രചാരണ രംഗത്ത് ചൂടുപിടിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നൽകുന്നതിന് കോഴിക്കോട് ബ്യൂറോയിൽ നിന്ന് ആനന്ദ് ചേരുന്നുണ്ട്. ആനന്ദ്, എത്രത്തോളമാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ ഈ 3 മുന്നണികളുടെയും വിജയ പ്രതീക്ഷകൾ? പ്രചാരണം ഏത് രീതിയിൽ മുൻപോട്ട് പോകുന്നു? ജിഷ്ണു, ബേപ്പൂർ, ഏലത്തൂർ, കൊടുവള്ളി, കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൗത്ത്, കുന്നമംഗലം തുടങ്ങി 7 നിയോജകമണ്ഡലങ്ങൾ അടങ്ങുന്നതാണ് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം. കഴിഞ്ഞ 18 വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ഈ കോഴിക്കോട് പാർലമെന്റിലെ ഒരു നിയോജകമണ്ഡലത്തിൽ പോലും കോൺഗ്രസിന്, അതായത് കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി പോലും വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. പക്ഷേ അതിന് നേർവിപരീതമായിക്കൊണ്ട് തന്നെ, അതിന് ഘടകവിരുദ്ധമായിക്കൊണ്ട് തന്നെ കഴിഞ്ഞ 15 വർഷമായി ഈ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് സ്ഥിരമായി ജയിച്ചു വരുന്നത് ഈ MK രാഘവനാണ്, അതും കൈപ്പത്തി ചിഹ്നത്തിൽ. അപ്പോൾ ആ തലത്തിൽ 2009
കോഴിക്കോടിലേക്ക് വന്ന്, അതായത് കണ്ണൂർക്കാരനായ MK രാഘവൻ കോഴിക്കോടിലേക്ക് വന്ന് പിടിച്ചെടുക്കുകയായിരുന്നു. ആ തലത്തിൽ തൊട്ടുമുമ്പ് ശ്രേയാംസ് കുമാറിൽ നിന്ന് പിടിച്ചെടുക്കുകയായിരുന്നു. അന്ന് ക്ഷമിക്കണം, റിയാസിൽ നിന്ന് പിടിച്ചെടുക്കുകയായിരുന്നു. അന്ന് ഏകദേശം 800ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ തുടർന്ന് ഓരോ തെരഞ്ഞെടുപ്പ് വർദ്ധിക്കുന്നതോറും ഈ MK രാഘവൻ തന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പിൽ, അതായത് 2019 നടന്ന പാർലമെന്റ് മണ്ഡലത്തിൽ CPM-ന്റെ കരുത്തുറ്റ സ്ഥാനാർത്ഥി കോഴിക്കോട്ടുകാരനായ A പ്രദീപിനെയായിരുന്നു രംഗത്തിറക്കിയിരുന്നത്. പക്ഷേ അന്ന് ഏകദേശം 80,000ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഈ MK രാഘവൻ ഈ മണ്ഡലം വീണ്ടും നിലനിർത്തിയത്. എന്തായാലും ഇത്തവണയും കോഴിക്കോട് പാർലമെന്റ് നിലനിർത്തുന്നതിന് വേണ്ടി വീണ്ടും UDF ഏൽപ്പിച്ചിരിക്കുന്നത് MK രാഘവനെ തന്നെയാണ്. ആ തലത്തിൽ മണ്ഡലത്തിൽ സുപരിചിതനാണ് സ്ഥാനാർത്ഥി. പ്രധാനമായും കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് ഈ 15 വർഷത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് റെയിൽവേ വികസനങ്ങളും മറ്റ് മണ്ഡലങ്ങളിലെ വികസനങ്ങളും എല്ലാം UDF-ന്റെ ഭാഗത്തു നിന്നുണ്ടായതാണ്. MK രാഘവൻ പാർലമെന്റിലെ ശക്തമായി കരുത്തുറ്റി നേടിയെടുത്തുകയാണെന്നുള്ള ഒരു അവകാശവാദമായി തന്നെയാണ് ഇത്തവണയും ഈ MK രാഘവൻ പ്രചാരണ രംഗത്ത് സജീവമാകുന്നത്. കഴിഞ്ഞ ദിവസം MK രാഘവൻ പത്രികയടക്കം സമർപ്പിച്ചിരുന്നു. എന്തായാലും പ്രചാരണം കൊടുക്കുന്തോറും കോൺഗ്രസിന് കരുത്തുറ്റ ആത്മവിശ്വാസമുണ്ട്. എന്തായാലും പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ അടക്കം ഒരു കോട്ടകളാണ് കോഴിക്കോട് ജില്ല പൊതുവെ. അതായത് UDF-ന് ഏക MLA ഉള്ളത് ഈ നിയോജക മണ്ഡലത്തിലെ കൊടുവള്ളിയിലാണ്. അപ്പോൾ ആ തലത്തിൽ മുസ്ലിം ലീഗിന്റെ ഒരു കരുത്തുറ്റ പിന്തുണയും ആ തലത്തിൽ സാമുദായികമായിട്ടുള്ള സമവാക്യങ്ങളെല്ലാം ഇത്തവണയും പിന്തുണയ്ക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് എന്തായാലും UDF ക്യാമ്പ്. പക്ഷേ ഇത്തവണ ഈ ഇടതുപക്ഷം ഈ മണ്ഡലം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി കളത്തിറക്കിയിരിക്കുന്നത് ട്രേഡ് യൂണിയൻ നേതാവായിട്ടുള്ള എളമരം കരീമിനെയാണ്. രാജ്യസഭാ MP കൂടിയാണ് എളമരം കരീം. ആ തലത്തിൽ CPM മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട പ്രചാരണ ആയുധമെന്ന് പറയുന്നത് CAA തന്നെയാണ്. ആ തലത്തിൽ കമ്മ്യൂണിറ്റി വോട്ടുകളെ തങ്ങളിലേക്ക് അടുപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ CPM മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് കഴിഞ്ഞ ആഴ്ച ഈ ഒരു മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്ത ഒരു പൊതുജന റാലി കോഴിക്കോട് ബീച്ച് സൈഡിൽ ഇത്തരത്തിൽ CPM സംഘടിപ്പിച്ചിരുന്നു. ഒരുപാട് മുസ്ലിം മത പണ്ഡിതരടക്കം ഈ ഒരു വേദിയിലുണ്ടായിരുന്നു. ഇതെല്ലാം ഇടതുപക്ഷത്തിന്റെ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് പൊതുവെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അത് മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലെ 6 നിയോജക മണ്ഡലങ്ങളിലും LDF തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് റിയാസ് അടക്കമുള്ള മന്ത്രിമാരും ജില്ലയുടെ ചുമതല നേരിട്ട് വഹിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത്തവണ മണ്ഡലം പിടിച്ചെടുക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് എളമരം കരീമെത്തിയിരിക്കുന്നത്. പക്ഷെ എന്തായാലും ഈ രണ്ട് കരുത്തട്ടിട്ട ഈ രണ്ട് മുന്നണികളോടും പോരടിക്കാൻ വേണ്ടി MT രമേശിനെയാണ് NDA കളത്തിലിറക്കിയിരിക്കുന്നത്. MT രമേശ് BJP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. ശരി ആനന്ദ്, കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ നിലവിലെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ മുൻപോട്ട് പോക്ക് സംബന്ധിച്ചുള്ള വിശദമായ വിവരമാണ് ആനന്ദ് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ 3 തവണ പാർലമെന്റിൽ എത്തിയിട്ടുള്ള MK രാഘവനെ തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് കോഴിക്കോട് മണ്ഡലം നിലനിർത്താനാണ് UDF ശ്രമിക്കുന്നത്. പിടിച്ചെടുക്കാൻ LDF-ന്റെ ഭാഗത്തുനിന്ന് എളമരം കരീമും NDA-യുടെ ഭാഗത്തുനിന്ന് MT രമേശും ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങളാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ നടത്തുന്നത്. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം, നിലവിലെ രാഷ്ട്രീയ സാഹചര്യം, മുന്നണികളുടെ പ്രചാരണ പ്രവർത്തനം എന്നിവ സംബന്ധിച്ചുള്ള വിശേഷങ്ങളും ലൈവുമാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. ഇനി അടുത്തത് പരിശോധിക്കുന്നത് ഓരോ മണ്ഡലങ്ങളിലും നിലവിലെ ജനപ്രതിനിധികൾ MP-മാർ എന്ത് ചെയ്തു എന്നുള്ള സെഗ്മെന്റാണ്. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ആലപ്പുഴ മണ്ഡലത്തിൽ നിലവിലുള്ള ജനപ്രതിനിധി MP എന്ത് സംഭാവനകൾ ആ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നൽകി എന്നുള്ളതാണ്. ഒന്ന്, കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ പലതും സ്വന്തം വികസന പദ്ധതികളാക്കിയാണ് MP A മാരിഫ് ആലപ്പുഴയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ആലപ്പുഴയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടും വണ്ടാനം മെഡിക്കൽ കോളേജിലെ സ്പെഷ്യാലിറ്റി ബ്ലോക്കുമെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ ആലപ്പുഴയിലെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള സംഭാവനകളാണ്. എന്നാൽ അതെല്ലാം സ്വന്തം വികസന പദ്ധതികളാക്കിയാണ് MP അവതരിപ്പിച്ചിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് A മാരിഫ് നൽകിയിട്ടുള്ള വികസനങ്ങളെല്ലാം വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങി എന്നുള്ളതാണ് ആലപ്പുഴയിൽ നിന്നുള്ള റിപ്പോർട്ട്. പരിശോധിക്കാം MP എന്ത് ചെയ്തു എന്നുള്ള സെഗ്മെന്റ്. 2019-20 AM ആരിഫ് MPയുടെ ഫണ്ടിൽ നിന്നും 38 ലക്ഷം രൂപ മുടക്കി ചേർത്തല KSRTC സ്റ്റാൻഡ് പുതുക്കി പണിതു. എന്നാൽ ആയിരക്കണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന സ്റ്റാൻഡിൽ പുതിയ നിർമ്മാണം നടത്തിയത് അശാസ്ത്രീയമായി. തികച്ചും അശാസ്ത്രീയമായ രീതിയിൽ പണിതിരിക്കുന്ന ഈ കെട്ടിടത്തിൽ ഒരു ടോയ്ലറ്റ് സിസ്റ്റം പോലും ഇതിനകത്ത് അവർ നിർമ്മിച്ചിട്ടില്ല. ഇവിടുത്തെ തൊഴിലാളികൾക്ക് പോലും ഒന്ന് യൂറിൻ പാസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ഇന്ത്യൻ കോഫി ഹൗസ് പോലുള്ള കെട്ടിടങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു. അതാണ് തികച്ചും പരമാർത്ഥമായിട്ടുള്ള കാര്യം. ഇവിടെ
സ്റ്റാൻഡിലെത്തുന്ന സ്ത്രീകൾക്ക് ആശ്രയിക്കാൻ ടോയ്ലറ്റ് സംവിധാനങ്ങളൊന്നും ഇവിടെയില്ല. ഇവിടെ യാത്ര ചെയ്ത് വരുന്ന സ്ത്രീകൾക്കാണെങ്കിലും നമുക്ക് ടോയ്ലറ്റ് പോകാനുള്ള സൗകര്യങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല. പിന്നെ നമ്മൾ പബ്ലിക് കമ്പൻസേഷനാണ് നമ്മൾ ആശ്രയിക്കാറുള്ളത്. പക്ഷേ അതാണെങ്കിലും വൃത്തിഹീനമാണ്. നമുക്ക് ഒന്ന് മനസ്സമാധാനത്തോടെ സ്ത്രീകൾക്ക് അവിടെ ചെന്ന് ഇത് നമ്മുടേതായ പ്രാഥമിക കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം സ്ത്രീകൾക്കും ഉണ്ട് പുരുഷന്മാർക്കും ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ധൈര്യത്തോടെ ഒന്ന് പോയി അത് ഇവിടെ ഒന്ന് സഹായിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് വരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഇതിനകത്ത് ഇത്രയും ഫെസിലിറ്റീസ് അവർ വരുത്തുന്നുണ്ടെന്ന് പുറത്ത് പറയുന്നുണ്ടെങ്കിലും ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഒരു നമ്മുടെ ടോയ്ലറ്റ് സംവിധാനം അത് നിർബന്ധമാണ്. പക്ഷേ ഇങ്ങനെ ഈ കസേരകളൊന്നും കൂട്ടിയിട്ടൊരു കാര്യവുമില്ല. നമുക്ക് സ്ത്രീകൾക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള ഇതുപോലെ ഇതുവരെയും കാണിച്ചിട്ടുമില്ല. 1.33 കോടി രൂപ ചെലവിൽ ഏകദേശം 10 ലക്ഷം രൂപ വീതം മുടക്കി താലൂക്ക് ആശുപത്രികൾക്കും സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങൾക്കുമായി 11 ആംബുലൻസുകൾ MP വിതരണം ചെയ്തു. എന്നാൽ ഇവയിൽ പലതും നാട്ടുകാർക്ക് ഗുണമില്ലാതെ കിടക്കുന്നു. തണ്ണീർമുക്കം CHSയിലേക്ക് 10 ലക്ഷം രൂപ മുടക്കി ആരിഫ് MP കൊടുത്ത ആംബുലൻസ് ഇവിടെ ഷെഡിൽ മാസങ്ങളായിട്ട് കിടക്കുന്നുണ്ട്. പക്ഷേ അത് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചാൽ പെട്ടെന്ന് അടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനോ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനോ ഒക്കെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിന് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇവിടുത്തെ സാധാരണയുള്ള ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം ആംബുലൻസ് ഉപയോഗിക്കുകയും നമ്മുടെ സാധാരണ പാവങ്ങളായിട്ടുള്ള ഇത് ഏകദേശം കോസ്റ്റൽ ഏരിയ ആണ്. വളരെ സാധാരണപ്പെട്ട ആൾക്കാരാണ് ഇവിടെ ജീവിക്കുന്നത്. തൃക്കുന്നപ്പുഴ ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ 15 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ചതായി അവകാശപ്പെടുന്ന RO പ്ലാന്റ് എവിടെയാണെന്ന് പോലും പ്രദേശവാസികൾക്ക് അറിയില്ല. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി MP ഇറക്കിയ വികസന രേഖയിൽ ഇടം പിടിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ പദ്ധതികളായ ആലപ്പുഴ ബൈപ്പാസിന്റെയും വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും വണ്ടാനം മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെയും ചിത്രങ്ങളാണ്. ജനം, ആലപ്പുഴ. MP AM ആരിഫ് എന്ത് ചെയ്തു അല്ലെങ്കിൽ എന്ത് സംഭാവനകൾ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ 5 വർഷം ജനങ്ങൾക്ക് വേണ്ടി നൽകി എന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ എത്രത്തോളം AM ആരിഫ് MPക്ക് പാലിക്കാൻ സാധിച്ചു, നിലവിലെ സാഹചര്യങ്ങളാണ് ആലപ്പുഴയിൽ നിന്നുള്ള റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം ഇന്ന് ഈസ്റ്റർ ദിനത്തിൽ സംസ്ഥാനത്ത് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ പ്രചാരണ തിരക്കിൽ തന്നെയായിരുന്നു. രാവിലെ പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു സ്ഥാനാർത്ഥികളുടെ മിക്ക മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. കൊച്ചിയിൽ നിന്ന് കിരൺകുമാർ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഈസ്റ്റർ ദിനത്തിലും സ്ഥാനാർത്ഥികളുടെ പ്രചാരണ തിരക്കുകളൊപ്പം എറണാകുളത്ത് പ്രത്യേകിച്ച് പരിശോധിക്കുമ്പോൾ ലാറ്റിൻ വോട്ടുകളിലാണ് ഇടത് വലത് മുന്നണികൾ പ്രത്യേകം കണ്ടുവെച്ചുകൊണ്ട് പ്രചാരണ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നത്. കിരൺ, എങ്ങനെയാണ് എറണാകുളം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളുടെ പ്രചാരണം മുൻപോട്ട് പോകുന്നത്? എത്രത്തോളം ആവേശത്തിലായിരുന്നു ഈ ഒരു ഈസ്റ്റർ ദിനത്തിലും സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ? കിരൺ. ജിഷ്ണു, ഇന്ന് ഈസ്റ്റർ ദിനമായിട്ടും സ്ഥാനാർത്ഥികൾക്കൊന്നും തന്നെ വിശ്രമമില്ലാത്ത ഒരു ദിവസം തന്നെയായിരുന്നു. പ്രധാനമായിട്ടും ഈ എറണാകുളം മണ്ഡലം കേന്ദ്രീകരിച്ചായിരുന്നു ഇന്നത്തെ ഏറ്റവും കൂടുതൽ പ്രചാരണ പ്രവർത്തനങ്ങൾ. അത് ശ്രദ്ധ നേടിയിരിക്കുന്നത് പ്രധാനമായിട്ടും ഈ ഈസ്റ്റർ ദിനം കൂടിയായതുകൊണ്ട് എറണാകുളം മണ്ഡലം തന്നെയായിരുന്നു. ഇന്ന് രാവിലെ എല്ലാ സ്ഥാനാർത്ഥികളിൽ തന്നെ ഇന്ന് പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ഈ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. ഇന്ന് രാവിലെ ചാവറ കൾച്ചറൽ സെൻറ്റർ നടത്തിയിരിക്കുന്ന ഈസ്റ്റർ വിരുന്നിൽ ഇന്ന് രാവിലെ ഇടത് വലത് മുന്നണി ഒപ്പം തന്നെ NDAയുടെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഈ ഈസ്റ്റർ വിരുന്നിൽ പങ്കെടുത്തിരുന്നു. പ്രധാനമായിട്ടും നമ്മൾ മറ്റൊരു കാര്യം നോക്കുമ്പോൾ ഈ എറണാകുളം മണ്ഡലത്തിൽ ലാറ്റിൻ വോട്ടുകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് പ്രധാനമായിട്ടും ഈ ഇടത് വലത് മുന്നണികളുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകൾ പ്രത്യേകിച്ച് ഈ എറണാകുളം മണ്ഡലം അത് കേരള സംസ്ഥാനത്തിൻ്റെ രൂപീകരണം തൊട്ട് ഉള്ള ഒരു സമയം നോക്കിക്കഴിഞ്ഞാൽ പലതവണയും ഏറിയ ഭൂരിപക്ഷ സമയത്തെല്ലാം തന്നെ പിന്തുണച്ചിട്ടുള്ളത് അത് ലാറ്റിൻ സമുദായത്തിലെ മാത്രമാണ്. ആകെ 2 തവണ മാത്രമാണ് ലാറ്റിന് പുറത്തു നിന്നുകൊണ്ട് പിന്തുണ ലഭിച്ചിട്ടുള്ളത്. അത് ഒന്ന് സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് ശേഷം 1957 നടന്ന തെരഞ്ഞെടുപ്പിൽ AM തോമസിനെയാണ് ആദ്യം ലാറ്റിന് പുറത്ത് നിന്ന് ഒരാളെ പിന്തുണക്കുന്നത്. പിന്നീട് രണ്ടാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ VV വിശ്വനാഥ മേനോനെ പിന്തുണക്കുന്നതായിട്ടുള്ളൊരു കാഴ്ച. ഇതിന് ശേഷം പിന്നീടെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ
എല്ലാ കാലത്തും എറണാകുളം മണ്ഡലം പിന്തുണച്ചിട്ടുള്ളത് അത് ലാറ്റിൻ കാൻഡിഡേറ്റിനെ മാത്രമാണ് എന്നുള്ളൊരു കാഴ്ച തന്നെയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലുള്ള ഒരു ഉദാഹരണം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത്തവണ ഇരു മുന്നണികളും, അതായത് ഇടത് വലത് മുന്നണികൾ എല്ലാം തന്നെ രംഗത്തിറക്കിയിട്ടുള്ളത് ലാറ്റിൻ കാൻഡിഡേറ്റിനെ മാത്രമാണ്. കഴിഞ്ഞ തവണ ഇവർ, അതായത് ഇടതുപക്ഷം ഇതിനെല്ലാത്തിനെയും വിമർശിക്കുന്നവരാണ്. ഇടതുപക്ഷം പോലും ആ സമയത്ത് ഇറക്കാൻ തയ്യാറായിട്ടുള്ളത് പി രാജീവിനെയാണ്. പി രാജീവ് അതിനു മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ രാജ്യസഭയിലടക്കമുള്ള അദ്ദേഹത്തിന്റെ പ്രകടനത്തിന് വലിയ രീതിയിലുള്ള ഒരു പിന്തുണ ലഭിക്കുകയും പ്രശംസ ലഭിക്കുകയും ചെയ്തിരുന്നു. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളുടെ പ്രചാരണം എങ്ങനത്തെ മുന്നോട്ട് പോകുന്നു? അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ പ്രചാരണ പ്രവർത്തനങ്ങൾക്കപ്പുറത്തേക്ക് സാമുദായിക വോട്ടുകൾ എങ്ങനെ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള കൃത്യമായ തന്ത്രത്തിലൂടെ എറണാകുളം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോവുകയാണ്. കിരൺകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയിട്ടുള്ളത്. നമുക്ക് കൊല്ലത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുമുള്ള വാർത്തകൾ പരിശോധിക്കുമ്പോൾ ഇത്തവണ കൊല്ലത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് NDAയുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർജി. കൃഷ്ണകുമാറിന്റെ പ്രസംഗങ്ങളും പരാമർശങ്ങളും എല്ലാം തന്നെ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട്. കൊല്ലം കരുനാഗപ്പള്ളി മാതാ അമൃതാനന്ദ മഠത്തിലെത്തി അമ്മയെ കണ്ടതിന് ശേഷം കൃഷ്ണകുമാർ ജനം TVയോട് പ്രതികരിക്കുകയുണ്ടായി. പ്രജിത് കുമാർ തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ട് കാണാം. കൊല്ലത്തിൻ്റെ NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ പ്രചാരണ തിരക്കുകളിലാണ്. ഇപ്പോൾ മാതാ അമൃതാനന്ദമയ മഠത്തിലെത്തി അമ്മയെ കണ്ട് അനുഗ്രഹം ചോദിച്ച ശേഷം നമ്മോടൊപ്പമുണ്ട്. അമ്മയെ കണ്ട് അനുഗ്രഹം വാങ്ങിച്ചു. പ്രത്യേകിച്ച് ഇതിനായിട്ട് വരേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ അമ്മയുമായിട്ട് വർഷങ്ങളായുള്ള ബന്ധമാണ്. ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണാറുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും തൊട്ടടുത്ത പാർലമെൻറ്റ് മണ്ഡലത്തിലാണല്ലോ ഞാൻ ഇപ്പോൾ ഇലക്ഷന് നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതുവരെ വന്ന് കാണാൻ കഴിഞ്ഞില്ലായിരുന്നു. ഇന്ന് വന്നു, വളരെയധികം കാര്യങ്ങൾ സംസാരിച്ചു, അനുഗ്രഹം വാങ്ങിച്ചു. സ്വാഭാവികമായിട്ടും നമുക്ക് അമ്മയെപ്പോലൊരു വ്യക്തിയുടെ അനുഗ്രഹം കിട്ടുമ്പോഴത്തേ അതൊരു ശക്തിയാണ് മുന്നോട്ട് നയിക്കാൻ. അപ്പോൾ ഇതുവരെയുള്ള ഇലക്ഷൻ പ്രചാരണം എങ്ങനെ പോകുന്നു? കാരണം ആദ്യഘട്ടത്തിൽ MK പ്രേമചന്ദ്രന് ചെറിയൊരു വെല്ലുവിളി ഉയർത്താൻ കഴിയുന്ന ഒരു മുകേഷ് എന്നൊരു സ്ഥാനാർത്ഥിക്ക് അപ്പുറത്തേക്കൊരു സാധ്യത കൊല്ലത്തില്ലായിരുന്നു. അങ്ങനെ ഒരു ചർച്ചകളും ഇല്ലായിരുന്നു. പക്ഷേ കൃഷ്ണകുമാർ ഇവിടെ മത്സരിക്കാൻ എത്തുന്നു. അതിനുശേഷം ചന്ദ്രത്ത് പൈറ്റയിൽ ഒരു വളരെ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മണ്ഡലത്തിലും സംസ്ഥാനത്തിൽ തന്നെ ചർച്ചയാകുന്ന ഒരു പ്രസംഗമൊക്കെ വരുന്നു. ആ പ്രസംഗത്തിന് ശേഷം കൃഷ്ണകുമാറിൻ്റെ സാധ്യതകൾ വളരെ വലിയ രീതിയിൽ വർദ്ധിച്ചു എന്ന് നാട്ടിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വിലയിരുത്തൽ? അത് ചില സമയങ്ങളിൽ അദൃശ്യ ശക്തികൾ വന്ന് വർക്ക് ചെയ്യും. അതായത് ഇതിപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് വ്യക്തികൾക്ക് അപ്പുറത്തൊട്ട് ഒരു സാധ്യതയില്ല. അപ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്യുന്നുണ്ട് വെച്ചാൽ വോട്ട് ചെയ്തിട്ടുണ്ട്, അവരെല്ലാം ജയിച്ചിട്ടുണ്ട്. ജനാധിപത്യപരമായി തന്നെ അവർ ജയിച്ചിരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് ജനം വോട്ട് ചെയ്യുമെന്ന് വെച്ചാൽ അവർക്ക് മൂന്നാമതൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ചില സമയങ്ങളിൽ ഇങ്ങനൊരു വ്യക്തി ഇറക്കുമ്പോൾ തന്നെ ഞാനൊരു സാധാരണ വ്യക്തി ഇവിടെ വരുമ്പോൾ ഈ ചന്ദനത്തോപ്പ് കോളേജിൽ പോകുന്നു. എൻ്റെ ഭാഗത്തൊരു പ്രൊവക്കേഷൻ ഒന്നുമില്ല. പെട്ടെന്ന് അവരൊരു വിഷയം ഉണ്ടാക്കുന്നു. ആ വിഷയം കയറി കത്തിപ്പടരുന്നു. കാരണം ജനങ്ങൾക്കും ഒരാൾ വന്നു കഴിഞ്ഞാൽ ഈ വ്യക്തി ജയിക്കുന്നു അല്ലെങ്കിൽ ഈ വ്യക്തി എങ്ങനെ പെരുമാറുന്നുള്ള അറിയിക്കാൻ ചില അദൃശ്യ ശക്തിയിൽ പെരുമാറും. അവിടെ ആ വ്യക്തികൾ ഒരു കാരണവശാലും കൊച്ചുകുട്ടികൾക്ക് എന്നെ അവിടെ തടയുകയോ ആക്രമിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷെ അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നു? ജനങ്ങൾക്ക് തോന്നലുണ്ടാക്കാൻ ഒരു കാരണം വരും. അത് ദൈവികമായിട്ട് വരുന്നൊരു കാരണമാണ്. കാരണം നമ്മൾ നല്ല ഉദ്ദേശത്തോടെ നല്ലൊരു സ്ഥലത്ത് വരും. കാരണം ഞാനിവിടെ വരുന്നത് കൃഷ്ണകുമാർ എന്നുള്ള സ്ഥാനാർത്ഥിയായിട്ടല്ല, നരേന്ദ്രമോദിയുടെ പ്രതിനിധിയായിട്ടാണ് വരുന്നത്. അദ്ദേഹം ചെയ്തിരിക്കുന്നതും ചെയ്യാൻ പോകുന്നതുമായ കാര്യങ്ങൾ രാജ്യത്തിൻ്റെ നന്മ മാത്രം കണ്ടുകൊണ്ടാണ്. അപ്പോൾ അവിടെ ഒരു ദൈവിക ഇൻ്റർവെൻഷൻ വരും. കാരണം ഞാൻ കൊല്ലത്ത് പുതുതായിട്ടൊരാളാണ്. സ്വാഭാവികമായിട്ടും ഇറങ്ങുമ്പോഴത്തേക്ക് ആ പരിചയക്കുറവെന്ന് വെച്ചാൽ വ്യക്തി എന്ന ഒരു നടൻ എന്ന നിലയ്ക്ക് എല്ലാവർക്കും അറിയാം, എങ്കിലും രാഷ്ട്രീയക്കാരൻ. അപ്പോൾ ഇയാൾ എങ്ങനെ പക്വമായി പെരുമാറുന്ന ഒരു അവസരം വരണം. അത് ദൈവമായിട്ട് സൃഷ്ടിച്ചു തന്നതാണ്. ആ വീഡിയോകളിൽ വരുന്നത്, അതായത് ആ പ്രസംഗവുമായി ബന്ധപ്പെട്ട വീഡിയോകൾ തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയം ഇപ്പോൾ നിലനിൽക്കുന്നത് ഈ മണ്ഡലത്തിൽ. ആ കമൻറ്റുകളൊക്കെ ഒന്നുപോലും ഒരു നെഗറ്റീവ് കമൻറ്റുകൾ പോലും കാണാനില്ല. പറയേണ്ടത് കൃത്യമായി പറഞ്ഞു. അതോടൊപ്പം തന്നെ മോദിയുടെ രാഷ്ട്രീയം എന്തുകൊണ്ട് നാടിന് ആവശ്യമാണെന്ന കൃത്യമായൊരു സന്ദേശവും അതിനുണ്ട്. ഒരു തരത്തിൽ എന്തെങ്കിലും തരത്തിലൊരു പ്രിപ്പറേഷനോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ, അതോ അപ്പോൾ ഉള്ളിൽ നിന്ന് വന്ന വാക്കുകളായിരുന്നു പറയാൻ? ഞാനങ്ങനെ വലിയൊരു പ്രാസംഗികനല്ല. എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ അറിയുന്നില്ലല്ലോ ഈ കുട്ടികൾ നമ്മളെ തടയുന്നു അല്ലെങ്കിൽ നമുക്കൊരു ആക്രമണം അഴിച്ചുവിടുന്നു, നമ്മൾ അറിയുന്നില്ല. അപ്പോൾ പോലും എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഈ കുഞ്ഞുങ്ങളോട് എനിക്ക് ദേഷ്യമേ തോന്നുന്നില്ല. ഇവരുടെ മാതാപിതാക്കളെക്കുറിച്ച് ഞാൻ ഓർത്തു. ഇവർ വളർന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ അവരുണ്ടാക്കാൻ പോകുന്ന ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ഓർത്തു. കാരണം എല്ലാ മാതാപിതാക്കളും പണക്കാരല്ല. ചെറിയ ചെറിയ ജോലി ചെയ്ത് 15,000 25,000 രൂപ ശമ്പളമുള്ളവർ. അവർ ഈ കുട്ടികളെ കോളേജ് വിട്ട് പഠിപ്പിക്കുന്നു. ഇവരുടെ ട്യൂഷൻ ഫീസ്, ഇവരുടെ യൂണിഫോം, ചിലർ ബഹളമുണ്ടാക്കിയൊരു ബൈക്ക് വാങ്ങിക്കുന്നു, അതിൻ്റെ EMI. ഈ മാതാപിതാക്കളെ എവിടെ നടക്കുന്നു? ഇന്ന് വരെ കുഞ്ഞുങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അച്ഛൻ എത്ര രൂപ അച്ഛൻ ഉണ്ടാക്കുന്നത്, അച്ഛൻ എത്ര രൂപ സമ്പാദിക്കാൻ പറ്റുന്നു, കടമുണ്ടോ? ഇതൊന്നുമല്ല. അവരുടെ അടുത്ത് നിൽക്കുന്ന കുട്ടി എന്ത് ചെയ്യുന്നു അതനുസരിച്ച് ജീവിക്കാൻ നോക്കും. ഇവരാരും ജോലി ചെയ്തുണ്ടാക്കുന്ന പൈസ ഇല്ല.
അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ആ മാതാപിതാക്കളുടെ എന്നും മനസ്സിലൊരു വിഷമമാണ്, ഇവൻ ഇങ്ങനെ പോയാൽ എങ്ങനെയാണ്. ഇതുപോലെ ഇത്തരം പ്രവൃത്തിയുമായിട്ട് ഈ സമൂഹത്തിൽ ഇത്തരം പിള്ളേർ വളർന്നു വന്നു കഴിഞ്ഞാൽ ഇവൻ നാളെ ഒരു ബാധ്യതയായി പോകും സമൂഹത്തിന്. അതാവാൻ പാടില്ലെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞ വാക്കത ഇൻറ്റേൺഷിപ്പ് വേണമെങ്കിൽ അടുത്ത് വ്യവസായശാലകളും നല്ല സ്ഥാപനങ്ങളും വേണമല്ലോ. ഒരെണ്ണം ഉണ്ടോ? ഇതാരാ പൂട്ടിച്ചത്? കാലങ്ങളായി ചുമന്ന കൊടി വെച്ചിവിടെ ഇത് മുഴുവൻ പൂട്ടിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഒപ്പം സൈലൻ്റായിട്ട് കോൺഗ്രസ്സുകാരും. അതിനുശേഷം ഇപ്പോൾ ചന്ദനത്തോപ്പ് ഐടിക്ക് ശേഷം താങ്കൾ നടത്തിയ 1-2 പരാമർശങ്ങൾ, ഇപ്പോൾ അനീഷയുടെ വീട്ടിലെത്തിയ സമയത്ത് അവിടുത്തെ മാതാപിതാക്കളുമായി സംസാരിച്ചത്, അതോടൊപ്പം തന്നെ കൊല്ലം പുനലൂർ ഭാഗത്തൊരു റോഡ് ഷോയിൽ വാഹനങ്ങൾ മാറ്റിക്കൊടുക്കണമെന്ന് പ്രവർത്തകരോട് അഭ്യർത്ഥിച്ചത്, ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയൊരു ട്രെൻഡ് ആവുന്നുണ്ട്. കാരണം വ്യത്യസ്തനായ ഒരു സ്ഥാനാർത്ഥി എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. ആ വ്യത്യസ്തത തുടർച്ചയായി ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ നൽകുന്നുണ്ടോ? ഞാൻ എപ്പോഴും നമ്മൾ വ്യത്യസ്തത എന്ന് പറയുന്നതിനകത്ത് കാരണം നമ്മുടെ തൊഴിൽ അഭിനയമാണെങ്കിലും എനിക്ക് പുറത്ത് ഈ രാഷ്ട്രീയത്തിലൊന്നും അഭിനയിക്കാൻ എനിക്കറിയത്തില്ല. കാരണം അത് എനിക്ക് പറ്റിയിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യവുമില്ല. കാരണം പണ്ടൊക്കെ ഒരു അളവ് വരെ പറ്റിക്കാം. ഇന്ന് ജനങ്ങൾക്കെല്ലാം മനസ്സിലാവും ഒരു വ്യക്തി ആര്, അയാൾ എന്തിനിത് പറയുന്നു. കാരണം ഞാനൊരു ഉദാഹരണം പറഞ്ഞു. ഈ തമ്മിൽ തല്ലുന്ന കുട്ടികളുണ്ട്, എത്രയോ പേര് കത്തിക്കുത്തിൽ മരിച്ചിരിക്കുന്നു, കോളേജിൽ സംഘർഷത്തിൽ പരിക്കേറ്റുന്ന തളർന്നു കിടക്കുന്നു. ആർക്ക് വേണ്ടിയാണ്? ചില നേതാക്കൾക്ക് വേണ്ടി. ആ സമയം ചിലപ്പോൾ റീത്തുമായി വരും, അല്ലെങ്കിൽ ആശുപത്രി ഒരു ഫോട്ടോയ്ക്കായിട്ട് വരും. ഞാനും പോയി നിന്നിട്ടുണ്ട് പലയിടത്തും. എനിക്ക് തന്നെ വിഷമം തോന്നുന്നു, നാളെ ഇവർക്ക് എന്തെങ്കിലും പറ്റി ഞാൻ കാണുമോ? ഇല്ല. അത് അവരവർ മനസ്സിലാക്കുക. പിന്നെ നാടിന് നേതാക്കൾ വേണം, രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും വേണം. അതെന്തിനാ? രാഷ്ട്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന് നന്മ നൽകുന്ന ഒരാളെ തിരഞ്ഞെടുക്കണം, അല്ലാതെ കട്ടുമുട്ടിക്കുന്നവരല്ല വേണ്ടത്. അത് തിരിച്ചറിയാൻ ഈ കുട്ടികൾക്ക് മാതാപിതാക്കൾ സമയം കണ്ടെത്തി പറഞ്ഞു കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നത്. കാരണം ഞാനും 4 പിള്ളേരുടെ പിതാവാണ്. എൻ്റെ മക്കൾ നന്നായി വരണം. ഞാൻ കടന്നു പോകും ഈ ഭൂമിയിൽ നിന്ന്. അവരാണ് ഈ ഭൂമിയിൽ നാളെ പലതും ഏറ്റെടുത്ത് നടത്തേണ്ടത്. നല്ല പൗരന്മാരെ സൃഷ്ടിക്കുകയാണ് ഇന്ന് നമ്മുടെ കടമ. മാതാപിതാക്കളോട് ഞാൻ പറയുന്നു, മക്കളോട് ഇങ്ങനെ എത്ര സമയമില്ലെങ്കിലും കുറഞ്ഞത് ഒരു 10-15 മിനിറ്റ് ദിവസവും സംസാരിക്കണം, അവരെ തൊടണം. മക്കളും മാതാപിതാക്കളെ സ്നേഹിക്കണം, നല്ല പൗരന്മാരായി ജീവിക്കണം. രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് കൃഷ്ണകുമാർ നൽകുന്ന സന്ദേശങ്ങൾ തന്നെയാണ് ഈ മണ്ഡലത്തിൽ, അല്ലെങ്കിൽ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ പലപ്പോഴും ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളും നാളെ ചർച്ചയായി മാറിയേക്കാം. അതൊപ്പം തന്നെ പ്രതീക്ഷിക്കുന്നത് വലിയ മുന്നേറ്റമാണ്. മുൻപൊന്നും ഇല്ലാത്ത തരത്തിൽ കൊല്ലം മണ്ഡലത്തിലൊരു മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കാൻ, NDAക്ക് ഉണ്ടാക്കാൻ കൃഷ്ണകുമാറിന് കഴിയുമെന്നാണ് പാർട്ടി നേതൃത്വവും വിശ്വസിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി അദ്ദേഹം സജീവമായി മുന്നോട്ട് പോവുകയാണ്. ഈ കൃഷ്ണകുമാർ ജിയാണ് വിജയ പ്രതീക്ഷകൾ ജനം TVയോട് പങ്കുവച്ചിട്ടുള്ളത്. കൊല്ലം മണ്ഡലം 2 സിനിമാ താരങ്ങൾ തമ്മിൽ NDAയുടെ ഭാഗത്തുനിന്ന് കൃഷ്ണകുമാർ ജിയും ഒപ്പം LDFന് വേണ്ടി മുകേഷും UDFന് വേണ്ടി മണ്ഡലം നിലനിർത്തുന്നതിന് നിലവിലെ MP NK പ്രേമചന്ദ്രനും മത്സരിക്കുന്ന ത്രികോണ മത്സരം ശക്തമായി നടക്കുന്ന ഒരു മണ്ഡലമാണ് കൊല്ലം. അവിടെ വിജയ പ്രതീക്ഷകളാണ് NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ജി ജനം TVയോട് പങ്കുവച്ചിട്ടുള്ളത്. ഇനി തിരുവനന്തപുരം മണ്ഡലവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ശ്രദ്ധേയമായ മണ്ഡലം നടക്കുന്ന, ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയെ ആകർഷിക്കുന്ന മത്സരം നടക്കുന്ന ഒരു മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം. അവിടെ നിലവിൽ കേന്ദ്രമന്ത്രിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറും ഒപ്പം സിറ്റിംഗ് MP ശശി തരൂരും തമ്മിൽ നേർക്കുനേർ മത്സരം പ്രചാരണ പ്രവർത്തനങ്ങളിൽ നമുക്ക് വളരെയധികം ശ്രദ്ധേയമാണ്. അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ചൂട് കൂടുമ്പോൾ ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലത്തിൽ, തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ചർച്ചയാകുന്ന ഒരു വിഷയം 2019 ശശി തരൂർ പ്രഖ്യാപിച്ചിട്ടുള്ള ബാഴ്സലോണ ഇരട്ട നഗര പദ്ധതിയാണ്. എന്താണ് ഈ പദ്ധതി എന്നുള്ളത്, ഒപ്പം ശശി തരൂരിൻ്റെ വികസന രേഖയിൽ 2019 നിന്ന് 2024 എത്തുമ്പോൾ ഇത്തവണയും അത് നടപ്പിലാക്കാനുള്ള പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ളതും ബാഴ്സലോണ പദ്ധതിയും നിലവിൽ തിരുവനന്തപുരം നഗരത്തിന്റെ അവസ്ഥയും തമ്മിൽ പരിശോധിക്കുന്ന റിപ്പോർട്ട് കാണാം. 2009 ശശി തരൂരിന്റെ ബാഴ്സലോണ ഇരട്ട നഗര പദ്ധതിയെക്കുറിച്ച് കേട്ടപ്പോൾ തിരുവനന്തപുരത്തുകാരൊന്ന് ഞെട്ടി. സ്പെയിനിലെ ബാഴ്സലോണ പോലെ തിരുവനന്തപുരം നഗരം. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നമെന്ന് തിരിച്ചറിയാൻ അധികം വൈകിയില്ല. പിന്നീട് നടന്ന ഓരോ തിരഞ്ഞെടുപ്പുകളിലും ബാഴ്സലോണ തിരുവനന്തപുരത്തുകാരുടെ സ്വപ്നങ്ങളിൽ വന്നുകൊണ്ടേയിരുന്നു. ഇപ്പോൾ ഇതാണ് തിരുവനന്തപുരം നഗരത്തിന്റെ അവസ്ഥ. വീണ്ടും തിരഞ്ഞെടുപ്പെടുത്തിരിക്കെ പഴയ ബാഴ്സലോണ ഇരട്ട നഗരത്തിന് ജീവൻ വയ്ക്കുകയാണ്. ശശി തരൂർ MP അദ്ദേഹത്തിന്റെ ബാഴ്സലോണയുമായുള്ള വ്യക്തിബന്ധം വച്ച് തിരുവനന്തപുരത്ത് നടപ്പാക്കാൻ ഉദ്ദേശിച്ച പദ്ധതിയാണിത്. പക്ഷേ 3 തവണ തുടരെ MP ആയിട്ടും അദ്ദേഹത്തിന് അത് സാധ്യമായില്ല. ഇപ്പോഴത്തെ വികസന രേഖയിലും പൂർത്തിയാക്കാനുള്ള പദ്ധതികളുടെ കൂട്ടത്തിൽ കല്ലുവച്ചൊരു നുണ പോലെ തരൂരിന് ആക്ഷേപമായി പദ്ധതി പിന്നാലെയുണ്ട്.
ബാഴ്സലോണ എന്ന തുറമുഖ നഗരത്തിന് സമാന സാഹചര്യങ്ങളാണ് തിരുവനന്തപുരത്തും. അതുകൊണ്ട് ബാഴ്സലോണ നഗരസഭ വിഭാവനം ചെയ്ത ഖരമാലിന്യ സംസ്കരണം, ജലാശയങ്ങളുടെ പുനരുജ്ജീവനം, കുടിവെള്ള പദ്ധതികൾ, നഗരാസൂത്രണം, ഇരു നഗരങ്ങളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തം, സ്പോർട്സ്, ഫുട്ബോൾ, കോച്ചിംഗ്, എന്തിനേറെ ലോകോത്തര ഫുട്ബോൾ ക്ലബ്ബായ FC ബാഴ്സലോണയുടെ പ്രദർശനം വരെ തിരുവനന്തപുരത്തുണ്ടാകും. പക്ഷേ ഒന്നും നടന്നില്ല. താൻ ബാഴ്സലോണയിലെത്തി വ്യക്തിബന്ധം ഉപയോഗിച്ച് സിറ്റി കൗൺസിലറുമായി സംസാരിച്ച് തിരിച്ചു വന്നുവെന്നും എന്നാൽ ഇടതുപക്ഷം ഭരിക്കുന്ന നഗരസഭ അതിനോട് മുഖം തിരിച്ചതാണ് കാരണമെന്നുമാണ് തരൂരിന്റെ വാദം. ബാഴ്സലോണ ഞാൻ എന്റെ അന്താരാഷ്ട്രീയ വ്യക്തിബന്ധങ്ങൾ ഉപയോഗിച്ചിട്ട് ബാഴ്സലോണൊപ്പം ഒരു ഇരട്ട നഗരം കൊണ്ടുവരാൻ ഒരു എഫേർട്ട് എടുത്തു. സ്പെയിനിലേക്ക് പോകുന്ന വേറെ കാര്യത്തിന് വേണ്ടി ഇതാണ് എൻ്റെ ഐഡിയ. നിങ്ങളുടെ അനുഗ്രഹത്തോടെ ഞാൻ പോയി നെഗോസിയേറ്റ് ചെയ്തപ്പോൾ ആളുകൾ ഒരു പ്രശ്നമില്ല പറഞ്ഞു. ഞാൻ പോയി, ഞാൻ അവിടുത്തെ മേയറെ കണ്ടു. അദ്ദേഹം സമ്മതിച്ചു. അദ്ദേഹം ഈ റെസൊല്യൂഷനെ ബാഴ്സലോണ നഗരസഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവർ പാസ്സാക്കി. ബാഴ്സലോണ നഗരസഭയ്ക്ക് ട്വിൻ ചെയ്യാൻ, തിരുവനന്തപുരത്ത് ട്വിൻ ചെയ്യാനുള്ള റെസൊല്യൂഷൻ പാസ്സാക്കിയതിനൊപ്പം ഡെവലപ്മെന്റ് കോർപ്പറേറ്റ് വികസന സഹകരണ ബഡ്ജറ്റും ഉണ്ട്. അവർക്ക് ഇവിടെ പണം ചെലവാക്കാനുള്ള സഹായം കൂടി ചേരാൻ സാധിച്ചിട്ടുണ്ടാവും. അതെല്ലാം ഞാൻ തിരിച്ചു കൊണ്ടുവന്നിട്ട് ജയൻ ബാബുവിന് കൈ കൊടുത്തിട്ട് പറഞ്ഞു, നമ്മൾ ഇതേപോലെ റെസൊല്യൂഷൻ നമ്മൾ നഗരസഭയിൽ പാസ്സാക്കിയാൽ ഈ ഇരട്ട കാര്യം നടക്കും. അപ്പോൾ അവസാനത്തെ ക്ലിയറൻസ് പിന്നെ യൂണിയൻ ഡെവലപ്മെന്റ് മിനിസ്ട്രിയിലാണ്, ഏർബൻ ഡെവലപ്മെന്റ് മിനിസ്ട്രി. അത് ഞാൻ എടുത്തരാം. ഞാൻ ആ കാലത്ത് ഒരു മന്ത്രി കൂടി ആയിരുന്നു. എനിക്കൊരു ഫെറോ മന്ത്രിയോട് പറഞ്ഞ് ചെയ്യണമെന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ചെയ്തില്ല എന്ന് പറഞ്ഞാൽ സങ്കുചിത രാഷ്ട്രീയ താല്പര്യം മാത്രം. ഇതിൽ ഒരു നഷ്ടവും ഉണ്ടായിരുന്നില്ല. തിരുവനന്തപുരത്ത് ഗുണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ തുറമുഖമാണ്, അവരൊരു കൾച്ചറൽ ക്യാപിറ്റലാണ്, അവരൊരു തലസ്ഥാനമാണ്, അവരൊരു പിന്നെ മാലിന്യ പ്രശ്നത്തെ പരിഹരിച്ച ഒളിമ്പിക്സ് നടത്തിയ ഒരു നഗരമാണ്. FC ബാഴ്സലോണയ്ക്ക് നമ്മുടെ ഫുട്ബോൾ ടീമിനെ സഹായിക്കാൻ കൂടി തയ്യാറായിരുന്ന ഒരു ഇതായിരുന്നു. ഇതെല്ലാം ചെയ്തിട്ട് ജയൻ ബാബുവിനെ നശിപ്പിക്കാൻ ഒരിക്കലും ക്ഷമിക്കില്ല. ഞങ്ങളുടെ കൗൺസിലർമാർ ഇതിനെ വിഷയമാക്കി നഗരസഭയിൽ ശശി തരൂർ കൊണ്ടുവന്ന ഹിന്ദി പറ്റി ചർച്ച ഡിമാൻഡ് ചെയ്തു. ചർച്ച അവർ സമ്മതിച്ചില്ല. അവർ പറഞ്ഞു ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ അവകാശമില്ല, ശശി തരൂർ അറിയില്ല. അപ്പോഴേക്കും അവർ ഇലക്ഷൻ വീണ്ടും ജയിച്ചു. അതിൽ എന്താണ് നമ്മുടെ നഗരം വീണ്ടും ഒന്നും ചെയ്യാത്ത കഴിവില്ലാത്ത ഒരു പാർട്ടിയെ വീണ്ടും അധികാരം കൊടുക്കണം. ഇടതു വലതു മുന്നണികൾ പരസ്പരം പഴിചാരുകയും മാറി നിന്ന് തോളിൽ കൈയിടുകയും ചെയ്തപ്പോൾ പക്ഷേ തിരുവനന്തപുരം നഗരത്തിന്റെ അവസ്ഥ ആദ്യം കാണിച്ചതുപോലെ പരിതാപകരമായി. സാങ്കേതിക പ്രശ്നങ്ങൾ നിരത്തി സ്മാർട്ട് സിറ്റി പദ്ധതി വൈകിപ്പിക്കുന്നതിനെതിരെ CPM-നകത്തു തന്നെ പഴിചാരലുകൾക്ക് വേദിയായതും കണ്ടതാണ്. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ആലോചിച്ച് തീരുമാനമെടുത്ത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നടക്കേണ്ടത്. പക്ഷേ ദൗർഭാഗ്യവശാൽ രാഷ്ട്രീയ അതിപ്രസരം വളരെ ശക്തമായിട്ടുള്ള നമ്മുടെ സംസ്ഥാനത്ത് പലപ്പോഴും നഗരസഭ പോലും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പോലും ഏതാണ്ട് നിയമസഭയുടെയോ പാർലമെന്റിന്റെയോ രൂപത്തിൽ പ്രവർത്തിക്കുന്ന അനുഭവമാണ് നമ്മുടെ മുന്നിൽ. ദീർഘവീക്ഷണവും ആലോചനയില്ലാതെയുമുള്ള പദ്ധതി നിർവഹണങ്ങൾ നഗരത്തിൽ ജനങ്ങളുടെ സഞ്ചാരത്തെയും പരിസ്ഥിതിയെയും തകിടം മറിച്ച അവസ്ഥയിലാണിപ്പോൾ. ഇവിടെയാണ് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ പുതിയ വികസന കാഴ്ചപ്പാട് ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നത്. ജനം, തിരുവനന്തപുരം. തരൂർ 2009 നൽകിയിട്ടുള്ള വാഗ്ദാനം 2024 എത്തുമ്പോൾ ആ വാഗ്ദാനം എത്രത്തോളം പാലിക്കാൻ സാധിച്ചു എന്നതിൻ്റെ വിശദാംശങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. മറ്റൊരു റിപ്പോർട്ട് കൂടി വേഗത്തിൽ പരിശോധിക്കുമ്പോൾ അതും തിരുവനന്തപുരത്ത് നിന്ന് തന്നെയാണ്. രാഷ്ട്രീയ പാർട്ടികൾ മത്സരിച്ച് പോസ്റ്റർ ഒട്ടിക്കുന്ന കാലമാണ് തെരഞ്ഞെടുപ്പ് കാലം എന്നുള്ളത്. നിലവിൽ സോഷ്യൽ മീഡിയകളിൽ വലിയ പ്രചാരണം, റീൽസ് രൂപത്തിൽ 30 സെക്കൻഡിൻ്റെ വീഡിയോകളാണ് ഇപ്പോൾ തരംഗമെങ്കിൽ പോലും പഴയതിന് സമാനമായി, പഴയ കാലഘട്ടത്തിന് സമാനമായി പോസ്റ്ററുകൾ പതിപ്പിക്കുന്നത് ഇപ്പോഴും തെരഞ്ഞെടുപ്പ് കാലത്തിൽ രാഷ്ട്രീയ പാർട്ടികളോടൊരു ആവേശം തന്നെയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂട് മുൻപോട്ട് പോകുമ്പോഴും ഈ തിരുവനന്തപുരം നഗരം പ്രമുഖ സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകളാൽ നിറഞ്ഞിരിക്കുകയാണ്. പക്ഷെ അതിലൊരു വ്യത്യസ്തതയുള്ളത്, തിരുവനന്തപുരം തമ്പാനൂരിലെ ന്യൂ തിയേറ്റർ റോഡിൽ സിനിമാ പോസ്റ്ററിന് മാത്രമുള്ള കുത്തക ഇതുവരെ പൊളിഞ്ഞിട്ടില്ല. അതായത് സിനിമകളുടെ സീക്രട്ട് ഫോമിലെ സ്ഥാനാർത്ഥികൾ സൂപ്പർ സ്റ്റാർ ആകാനില്ലെന്നാണ് ഈ തിരുവനന്തപുരം തമ്പാനൂരിലെ ന്യൂ തിയേറ്റർ റോഡിൽ പോസ്റ്ററുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകൾക്ക് പകരം ഇപ്പോഴും ഇടം പിടിക്കുന്നത് സിനിമാ പോസ്റ്ററുകൾ തന്നെയാണ്. ആ ഒരു റിപ്പോർട്ട് കാണാം. നഗരത്തിലെ പ്രമുഖ തിയേറ്ററുകളിൽ ഓടുന്ന സിനിമകളുടെ പോസ്റ്ററുകളെല്ലാം പതിയുന്ന ഇടമാണ് തമ്പാനൂർ ന്യൂ തിയേറ്റർ റോഡ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടെ രാഷ്ട്രീയ പോസ്റ്ററുകൾ കൈയടക്കിയോ എന്ന് ഒന്ന് നോക്കാം. ഇല്ല.
ഇവിടെ സിനിമകളുടെ സ്വന്തം പറുദീസ തന്നെ. സ്ഥാനാർത്ഥികളുടെ പോസ്റ്റർ വന്നാലും ആരും നോക്കില്ലെന്ന സത്യം പടം കാണാൻ വന്നവരും സാക്ഷ്യപ്പെടുത്തി. ഇവിടെ എല്ലാവരും രാഷ്ട്രീയക്കാരെ കാണാനല്ല വരുന്നത്, സിനിമ കാണാനാണ് വരുന്നത്. അപ്പോൾ അതാരും ശ്രദ്ധിക്കത്തുമില്ല. ഇപ്പോൾ ഒട്ടിച്ചാലും ഇത് തിയേറ്റർ ആയതുകൊണ്ട് ഇപ്പോൾ ഏത് സിനിമയാണ് അതേ ആൾക്കാർ നോക്കുകയുള്ളൂ. രാഷ്ട്രീയക്കാരത് നോക്കാറില്ല. അത് വേണ്ടെന്നല്ല, അങ്ങനെ ഒരു ആവശ്യം ഇവിടെ ഉള്ളതായിട്ട് തോന്നുന്നില്ല. അതെ, സിനിമകളും സ്ഥാനാർത്ഥികളും വഴക്കില്ലാതെ പോകട്ടെ. തിരഞ്ഞെടുപ്പ് കാലമായതോടെ നാട്ടിലെ എല്ലാ വഴികളും സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പക്ഷെ തിരുവനന്തപുരത്ത് തമ്പാനൂരിലുള്ള ന്യൂ തിയേറ്റർ റോഡ്, അവിടെ ഇപ്പോഴും സിനിമാ പോസ്റ്ററുകൾക്ക് മാത്രമായുള്ള സീക്രട്ട് ഹോം തന്നെയാണ്. രാഷ്ട്രീയ പാർട്ടികൾ അവിടെ കയ്യേറിയിട്ടില്ല. ക്യാമറാമാൻ അനന്തുവിനൊപ്പം MK വിനോദ്, ജനം, തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ പോസ്റ്റർ വിശേഷങ്ങളാണ്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകൾ നഗരത്തിലെങ്ങും നിറയുമ്പോൾ തിയേറ്റർ റോഡിൽ മാത്രം ഇപ്പോഴും സിനിമാ പോസ്റ്ററുകൾ ഇടം പിടിച്ചിരിക്കുന്നെന്നുള്ള റിപ്പോർട്ടാണ് കണ്ടിട്ടുള്ളത്. തിരുവനന്തപുരം നഗരത്തിലൊപ്പം വിവിധ മണ്ഡലങ്ങളിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, സ്ഥാനാർത്ഥികളുടെ വിശേഷങ്ങൾ എന്നിവയാണ് ഇന്നത്തെ മഹാഭാരതത്തിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഏപ്രിൽ 19, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് ഇനി കൃത്യം 19 ദിവസങ്ങൾ മാത്രമാണുള്ളത്. അതിൻ്റെ തീർത്തും ആവേശത്തിലാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെയുള്ളത്. ആ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ആവേശം ഒട്ടും ചേരാതെയുള്ള റിപ്പോർട്ടുകൾ ജനം ടിവിയിലും പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ മഹാഭാരതം അവസാനിക്കുകയാണ്. പുതിയ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി, സ്ഥാനാർത്ഥികളുടെ വിശേഷങ്ങളുമായി അടുത്ത ദിവസം കാണാം. നന്ദി, നമസ്കാരം.